ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോർ ബി. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്ര, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് ബ്ലഡും കൊടുത്തിട്ട് ഇറങ്ങിയൊരു യാത്ര. അതെ, ഇതൊരു വല്ലാത്ത യാത്രയാണ്. ഓരോ ട്രിപ്പുകളും പ്ലാൻ ചെയ്തു പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ട്രിപ്പുകൾക്കും ഒരു പ്രിപ്പറേഷൻ എടുക്കുമ്പോൾ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിൽ നമ്മുടെ അറസ്റ്റ് കൊണ്ടിട്ടുള്ളൊരു യാത്ര. അങ്ങനെയാണ് ഈ ഒരു യാത്രയുടെ തുടക്കം തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര തുടങ്ങാനുള്ള മെയിൻ കാരണം നമ്മുടെ ബാക്ക് പാക്കാണ്. കാരണം ബ്ലഡൊക്കെ കൊടുത്ത് ഒരു 2 hours ഇനി വെയിറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലം ഏതെന്ന് നോക്കി, പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് തന്നെ വണ്ടി എടുത്താൽ ഞാൻ എങ്ങോട്ടേക്കാണെന്നല്ലേ, തിരുവനന്തപുരത്തുകാരുടെയും കൊല്ലത്തുകാർക്കും ഒക്കെ അടുത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, പ്രകൃതിയാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പാറ. അതെ, കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്ററിനകത്ത് ട്രാവൽ ചെയ്താൽ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഒരു പാറ, കുടുക്കത്ത് പാറ. കുടുക്കത്ത് പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭീമാകാരമായിട്ടുള്ള പാറകളുടെ ഒരു കൂട്ടമാണ് കുടുക്കത്ത് പാറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീ ലെവലിൽ നിന്നും ഏകദേശം 840 അടി ഉയരത്തിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നതും. ഈ പാറയും അതിനു ചുറ്റുമുള്ള ഈ കാടുമൊക്കെ പരിപാലിക്കുന്നതും ഒക്കെ കേരള ഫോറസ്റ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പനോരമിക് വ്യൂ ഉണ്ട്. കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് കുടുക്കത്ത് പാറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ജോലി തിരക്ക്, പ്രഷർ, അങ്ങനെ കംപ്ലീറ്റ്ലി ഫെയ്ഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരാൾക്ക് കൊല്ലത്ത് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ പെട്ടെന്ന് വന്ന് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഏതൊരു റൈഡും പ്രീ പ്ലാൻ ചെയ്തു പോകുന്ന ഞങ്ങൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങിയ ഈ ഒരു റൈഡിൽ ഇത് പാളിപ്പോവുമോ എന്നൊരു ഭയം കൂടിയുണ്ട്. എന്നിരുന്നാലും ചെന്ന് എത്തുന്ന സ്ഥലം കാടും മനോഹാരിതയൊക്കെ നിറഞ്ഞതുകൊണ്ട് തന്നെ അധികം അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡാവാൻ നിന്നതുമില്ല. നേരത്തെ പല തവണ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ ഇങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കുമ്പോഴും ഒരു കൗതുകം തന്നെയാണ്. ഈ വഴിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇവിടുത്തുകാരുടെ മെയിൻ ജോബെന്ന് പറയുന്നത് തടി വെട്ടും, അത് വണ്ടികളിൽ കയറ്റി ഇത് ഉണക്ക് കച്ചവടം ചെയ്യുന്നതും ഒക്കെ തന്നെയാണ്. ഒരുപാട് റോഡൊന്നും കാണിക്കാതെ ഈ പ്രകൃതിയും ഞങ്ങൾ പോകുന്ന സ്ഥലവും അതിൻ്റെ മനോഹാരിതയൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറേ കൂടി ഷോർട്ടായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകളല്ല, ചെന്നെത്തുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് കൂടുതലും കാണേണ്ടുന്നത് എന്നുള്ളൊരു ബോധം. അതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിച്ചത്. ആ കാണുന്ന തൂണിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുടുക്കത്ത് പാറയുടെ എൻട്രൻസ് ആണ്. നേരത്തെ ഞങ്ങളിവിടെ വരുന്ന ടൈമിൽ ചുറ്റിനും മരങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മളെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന മരങ്ങൾ. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവർ വെട്ടിമുറിച്ച് മാറ്റിയിട്ടുണ്ട്, പകരം വേറെ തൈകൾ നട്ടിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതെന്തോ ഇപ്പോൾ കിട്ടുന്നില്ല, കാരണം മരങ്ങളില്ല. പിന്നെ ആകെയുള്ള ഒരു ഫീല് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അതൊരിക്കലും ആ ഒരു പഴയ ഓർമ്മയെ വിട്ട് കളയുന്ന രീതിയിലുമല്ല, അതൊരിക്കലും നമ്മുടെ നിതംബം മറക്കത്തതുമില്ല. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, തിരക്ക് കാണുമെന്നുള്ളൊരു സംശയവും. ആ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് നമുക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടുന്നത്. ഒരാൾക്ക് 25 രൂപ, 2 പേർക്ക് 50 രൂപ. വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഏകദേശം 100 രൂപയ്ക്കകത്ത്. ഈ കാണുന്ന വഴി കംപ്ലീറ്റ്ലി നേരത്തെ മരങ്ങളായിരുന്നു, മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴികളായിരുന്നു എനിക്കിഷ്ടം. എന്തോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോൾ എൻട്രൻസിൽ കിട്ടിയൊരു ഫീലിംഗ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ബാക്കി മരങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ തുരുതുരാന്നുണ്ട്. അവർ വേറെ തൈകൾ വെച്ചിട്ടുണ്ട്. ശരിക്കും കുടുക്കത്ത് പാറയിലേക്ക് എത്താൻ 2 മാർഗങ്ങളാണുള്ളത്.
ഒന്ന് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ട് പയ്യെ നടന്ന് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം. ഈ കാടും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെയും ഈ ഒരു മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് പതിയെ നടന്ന് കയറാം. അല്ലാത്ത പക്ഷം നമ്മൾ കൊണ്ടുവരുന്ന നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബൈക്കുമായിട്ട് റൈഡ് ചെയ്തകത്തേക്ക് പോവാം. ഇത്തവണ ഞാനെന്തോ നടന്നു പോകാമെന്ന് കരുതി. കാരണം എല്ലാ തവണയും ഞാൻ ഇവിടെ വന്നു പോയിട്ടുള്ളപ്പോൾ ബൈക്കിലാണ് പോയത്. പോകുന്ന വഴിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലും വഴികളായിരിക്കും, പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വഴിയെന്ന് പറയാൻ ഇല്ല, ഇവിടെ നടപ്പാതകളാണ് ഉള്ളത്. അങ്ങനെ ഒടുവിൽ ഏകദേശം കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ പടികൾ ചവിട്ടി കയറി തുടങ്ങി. ഏകദേശം 250ഓളം സ്റ്റെയറുകളാണ്, സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട്. നടന്നു പോകുമ്പോൾ നമുക്കൊന്ന് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രകൃതിയും മാർഗങ്ങളും പ്രകൃതി തന്നെ ഇവിടെ വെച്ചിട്ടുമുണ്ട്. ഇതൊരു അണ്ടർ റേറ്റഡ് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ വരുമ്പോഴും ഇവിടെ കുറച്ചൊക്കെ തിരക്കുകളുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്ര ഒരിക്കലും അതൊരു ബോറായെന്നോ അല്ലെങ്കിൽ അതൊരു നഷ്ടപ്പെട്ടു പോയ കുറച്ച് സമയങ്ങളായിട്ടോ എനിക്ക് തോന്നിയില്ല. കാരണം ഓരോ ചൂടും നടന്നു കയറുമ്പോൾ എൻ്റെ ശരീരം വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ കിതപ്പ് എന്നെ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനവും സന്തോഷവും. അല്ലെങ്കിലും പച്ചപ്പും പ്രകൃതിയും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തുള്ളത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ യാത്രകൾ എനിക്ക് ഒരുപാട് ചോദ്യത്തിന് ഉത്തരങ്ങളും പാഠങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും പ്രകൃതിയും മനോഹാരിതയും കാഴ്ചകളുമൊക്കെ കാണാൻ എന്നും ഈ നാട്ടിൽ സഞ്ചാരികളുണ്ട്. അതിന് കാരണം പ്രകൃതി മനുഷ്യനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. പ്രകൃതി ദൈവത്തിൻ്റെ വരം അഥവാ ദൈവത്തിൻ്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ വഴി കയറുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന ചിന്തകളാണ് അല്ലെങ്കിൽ തോന്നലുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും കുടുക്കത്തുപാറയിൽ ഒരു സ്പോട്ടല്ല ഉള്ളത്, പല ഇടങ്ങളിലായിട്ട് പല കാഴ്ചകൾ കാണാൻ പറ്റിയ 3 വ്യൂ പോയിൻറ്റ്സാണ് ശരിക്കും ഉള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴി നടന്ന് ഒരു കൈവരിയുണ്ട്. ആ കൈവരിയും പിടിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 2 വ്യൂ പോയിൻറ്റ്സും കൂടെ ഉണ്ട്. അതിലൊന്ന് 2 മലഞ്ചെരുവിനിടയ്ക്കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ പോയിൻറ്റും, പിന്നെ ഒന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു പാർപ്പുറവും. ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഈ പുൽമേടിൻ്റെ ഇടയ്ക്കൂടെ ചെന്നെത്തുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവഴി നടക്കുമ്പോൾ ഒരു ഫാൻറ്റസി വേൾഡ് ഫീലിംഗ്. ചുറ്റും പുല്ലുകളും മരങ്ങളും മരച്ചില്ലയുടെ ഇടയിലൂടെ കാണുന്ന ഒരു കാഴ്ചയും ശരിക്കും ഒരു ആനിമേറ്റഡ് ഗെയിം ഫീലിംഗ്. അതും പോരാത്തതിന് ഇവിടുത്തെ ഈ മേഘങ്ങളുടെ ഒരു കിടപ്പും അന്തരീക്ഷവും കംപ്ലീറ്റ്ലി മൈൻഡ് റീസ്റ്റോർ ആവുന്നുണ്ട്. ഒരു മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തവർക്ക് വന്നിരുന്ന് സമാധാനം കണ്ടെത്താൻ പറ്റിയൊരു സ്ഥലം. നേരം കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നടന്നു അടുത്ത ഫോട്ടോ പോയിൻറ്റിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരുന്നവർ കൂടുതലും ഈ 2 വലിയ പാറയുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടി. പണ്ട് ഞാനും സുഹൃത്തുക്കളുമായിട്ട് വന്നൊരു ടൈമിൽ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഡേഞ്ചറാണ്. 2 പാറ, നമ്മൾ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്താണ് അങ്ങ് എഡ്ജ് വരെ പോകുന്നത്. അവിടെ നിന്നൊരു പോക്ക് പോയാൽ പിന്നെ അതൊരു 1.5 പോക്കായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇങ്ങോട്ടേക്ക് വരുന്നവർ. മാക്സിമം കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയുള്ള വഴികൾ വരാതെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് കാഴ്ച.
ഒരു ഒന്നൊന്നര കാഴ്ച. ശരിക്കും കുടുക്കത്ത് പാറയിലേക്ക് വരുന്നവരുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ച. ഈ കാണുന്ന പാറയും പറഞ്ഞ 3 പാറകളിലൊന്നാണ്. ഇതിലിതുവരെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരെല്ലാം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. പണ്ടെപ്പോഴും ഞാനിവിടെ വന്ന ഒരു സമയത്ത് ആ വലിയ പാറയിൽ ഒരു ഏണി കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കും അവരത് മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഈ 25 രൂപയ്ക്ക് ഈ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതിൽ എന്തുകൊണ്ടും വെർത്താണ്. ഈ ഒരു കാഴ്ചയിലാണ് ശരിക്കും പറഞ്ഞാൽ കുടുക്കത്ത് പാറയുടെ മനോഹാരിത ഒളിഞ്ഞിരിക്കുന്നത് തന്നെ. ഇനി അധികം വാക്കുകൾ കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.